നോക്കൂ അജിംസ്, ഒരല്പം വിശദമായി തന്നെ ഇതിന് മറുപടി പറയാൻ എനിക്ക് അവസരം നൽകണം. ഒന്ന്, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഒന്നുകിൽ ഈ കാര്യങ്ങളെ കുറിച്ച് നന്നായി അപഗ്രഥിച്ചിട്ടല്ല ഇവിടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതല്ലെങ്കിൽ വളരെ കൃത്യമായി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇവിടെ നടന്നു വരുന്ന ഈ പദ്ധതിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരത്തക്ക വിധത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് ആ സുഹൃത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ്. വേണ്ടത്ര നിലയിൽ വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. നോക്കൂ, 6,08,845 പേർ കരാർ വെച്ചു, 5,00,000 പേർ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു, ബാക്കി 1,00,000 സംതിങ് ആളുകളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം സുഗമമായി തലചായ്ക്കാൻ ഇടമില്ലാത്ത പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുത്ത ഒരു വലിയ ബൃഹത് പദ്ധതിയെ ലക്കും ലഗാനുമില്ലാതെ അതിനെ മുളയിലെ തന്നെ അതിൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ കരിമ്പിൻ കാട്ടിൽ ആന കയറിയതുപോലെ നശിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 1957 EMSൻ്റെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ ബില്ല്, ആ ഭൂപരിഷ്കരണ ബില്ലിലൂടെയാണ് കേരളത്തിലെ പാവപ്പെട്ടവന് തലചായ്ക്കാൻ ഇടം കിട്ടിയത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബില്ല്, തലചായ്ക്കാൻ ഇടം കിട്ടിയ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ആ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജാതിമത ശക്തികളുടെയും പിന്തുണയോടുകൂടി ആ സർക്കാരിനെ അട്ടിമറിച്ചൊരു ചരിത്രം. സുരേഷ്, നമുക്ക് ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വന്നാൽ ഇവിടെ CK ഷാക്കൂർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഗ്രാമസഭകളല്ല, അത് VEOമാരാണ് എന്നാണ്. അത് ശരിയാണോ? ഞാൻ അതിലേക്കാണ് വന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുന്നത് ഓരോ ഗുണഭോക്താവും ഓൺലൈൻ വഴിയാണ്. അത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നു. അവരുടെ വീടിൻ്റെ നിലവിലുള്ള വീടിൻ്റെ ഫോട്ടോ അടക്കം എടുത്ത് അപ്ലോഡ് ചെയ്ത് ആ വീടിനെ സംബന്ധിച്ചുള്ള ഫിസിക്കൽ വെരിഫിക്കേഷൻ ആദ്യഘട്ടത്തിൽ നടത്തുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു എന്തെങ്കിലും മാനിപ്പുലേഷൻ അതിനകത്തുണ്ട് എങ്കിൽ അവർക്ക് ഒന്നാം ഘട്ടത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപ്പീൽ നൽകാം. രണ്ടാം ഘട്ടത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാം. നിങ്ങൾ നോക്കൂ, വളരെ സുതാര്യമായി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് ഗ്രാമസഭ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത് ഉദ്യോഗസ്ഥരാണ്, ഇതിന്റെ അനുമതി കൊടുക്കുന്നത് കളക്ടറാണ്. ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ റോൾ എന്താണ് സുരേഷ് കുമാർ? അല്ലല്ല, തെറ്റു പറയരുത്. ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. സുരേഷ് കുമാർ, ഉദ്യോഗസ്ഥർക്കാണ് ഞാൻ ചോദിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് അതിനുള്ള അധികാരം എന്താണെന്നാണ് സുരേഷിന്റെ ചോദ്യം. ഉദ്യോഗസ്ഥർക്ക് അതിപ്പോ എവിടുത്തെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ. എന്റെ ചോദ്യം, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്ക് അതിനുള്ള റോൾ എന്താണ്? 2020-25 കാലയളവിൽ ഒരു പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരുന്നയാളാണ് ഞാൻ. ഞാനത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല, ഞാൻ പറയുന്നതാണ്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പൂർണ്ണ അധികാരം ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുക്കാനും അവർക്ക് അവസാന ഗഡു തുക വരെ കിട്ടി പണി പൂർത്തീകരിച്ചു എന്ന രൂപത്തിലേക്ക് അതിൻ്റെ മുഴുവൻ മേൽനോട്ട ചുമതലയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സമിതികൾക്കായിരിക്കും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അവിടെ ഉദ്യോഗസ്ഥർ സൂപ്പർവിഷനാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല. അതെ.